ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ യാമിനി കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ നിധിയോട്. പിന്നീട് നിധിയുടെ അമ്മക്ക് വിളിക്കണം. അങ്ങനെ അമ്മ പറയാണ്, ഗൗതമിനെ പോലെ നല്ലൊരു മരുമകനെ കിട്ടിയത് ഭാഗ്യമാണ്, നിനക്ക് അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയത് നിൻ്റെ ഭാഗ്യമാണ് മോളെ, നീ അവനെ നന്നായി നോക്കണം എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിധി ആകെ സങ്കടത്തിലാവുകയാണ് കേട്ടോ. തൻ്റെ അനിയനെയും അമ്മയെയും അതുപോലെ തന്നെ തനിക്ക് ജോലിയാക്കി തന്നതും എല്ലാം ഗൗതമാണ്. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ തൻ്റെ മുന്നിൽ നടക്കുന്ന ആ ഗൗതമിനെ താൻ എന്തൊക്കെ വഴക്ക് പറഞ്ഞു, താൻ ശരിക്കും ഒരു ആംഗ്രി ബേർഡ് തന്നെയാണ്, എന്നിങ്ങനെ വഴക്കാളി തന്നെയാണ് എന്നൊക്കെയുള്ള ആ ഒരു ചിന്താഗതി നിധിക്കുള്ളിൽ വരികയാണ് കേട്ടോ. അങ്ങനെ നിധി പൊട്ടിക്കരയാണ്. ഈ സമയം നിധിയുടെ മുന്നിലോട്ട് പാറു വരികയാണ്. എന്തിനാ നീ കരയുന്നത്? എൻ്റെ ആൻറ്റി നേരത്തെ എന്നോട് കുറച്ച് വാക്കുകൾ പറഞ്ഞില്ലേ, ഗൗതമിനോട് സ്നേഹം തുറന്ന് പറയണമെന്ന്. എൻ്റെ ഗൗതം മോന് ആരുമില്ല എന്നൊക്കെ ഗൗതം സാറിനോട് ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയട്ടെ. നീ എന്ത് തെറ്റാ മോളെ ചെയ്തത്? അമ്മേ, ആൻറ്റി പറഞ്ഞത് ശരിയല്ലേ? നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ജോലിയാക്കി തന്നത് എൻ്റെ ഗൗതം സാറാണ്. അതുപോലെ എൻ്റെ അമ്മയെയും ആങ്ങളെയും നന്നായി നോക്കി ഹോസ്പിറ്റൽ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. എൻ്റെ അമ്മയെ ഞാൻ നോക്കുന്നത് പോലെ ഗൗതം സാർ എൻ്റെ അമ്മയെ നോക്കി. എന്നിട്ടും ഞാൻ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഗൗതം സാറിനോട് വഴക്ക് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടോടൻ തന്നെ പാറു പറയാണ്, ഇപ്പോഴെങ്കിലും നീ ഗൗതമിനെ മനസ്സിലാക്കില്ല, അത് മതി ആൻറ്റിക്ക് എന്ന് പറയാണ്. അങ്ങനെ നിധി പിന്നീട് കിച്ചണിലോട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ യാമിനി വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഒരുപാട് വിഭവങ്ങൾ നിധി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ യാമിനി പറയാണ്, ഇതെന്താ ഇപ്പോൾ കല്യാണ സദ്യ പോലെ ഉണ്ടല്ലോ, ഒരു കല്യാണ മണ്ഡപത്തിലോട്ട് പോയ ആ ഒരു സദ്യ പോലെയാണല്ലോ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ അതിൽ നിന്ന് തൊടാൻ ശ്രമിക്കുമ്പോൾ യാമിനിയോട് പറയാണ്, ഇനി ഇതൊന്നും തൊടല്ലേ, ഇതൊക്കെ എൻ്റെ ഗൗതം സാറിനാണ്. ഇപ്പോൾ അങ്ങനെയായോ? ഗൗതം സാറിനാണ്, അപ്പം ഞാൻ പുറത്തായോ? പോടി അവിടുന്ന്, ഇതൊക്കെ ഗൗതം സാറിന് ഞാനുണ്ടാക്കിയ ഭക്ഷണമാണ് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ് യാമിനിക്ക്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് പാറു. അപ്പോൾ പാറു പറയും, എന്താണിത് എന്ന് ചോദിക്കുമ്പോൾ യാമിനി പറയാണ്, ഇപ്പോൾ നമ്മൾ പുറത്തായി, നമ്മുടെ ഏട്ടനുണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണങ്ങളാണ് ചേച്ചി ഇതൊക്കെ എന്ന് പറയണം കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി മോളെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് തെറ്റുപറ്റി. ഞാൻ ഗൗതം സാറിനെ ഒരുപാട് രീതിയിൽ തെറ്റിദ്ധരിച്ചു, പക്ഷേ ഗൗതം സാർ ഇത്ര നല്ല മനുഷ്യനാണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് ഇപ്പോഴാണ് ഉണ്ടായതെന്ന് പറയുമ്പോൾ അത് മതി എന്ന് പറയാം കേട്ടോ. എന്നാൽ ഈ സമയം ഗൗതം കയറി വരികയാണ്. ഗൗതം കയറി വരുമ്പോൾ തന്നെ നിധിയുടെ ഡോറിൻ്റെ മുകളിൽ, ഗൗതമിൻ്റെ റൂമിൻ്റെ ആ ഡോറിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, ഗൗതം സാർ എന്നോട് ക്ഷമിക്കണം, ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു, ഒരു ആംഗ്രി ബേർഡ് എന്ന്, ഒരു വഴക്കാളി എന്നോ എന്ത് വേണമെങ്കിലും എന്നെ പേര് വിളിച്ചോ, യാതൊരു കുഴപ്പമില്ല, പക്ഷേ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു എന്ന് പറയട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഗൗതം, ഇന്നെന്താ ഇവിടെ ഒരു പ്രത്യേകത, ഡോറിന് മുന്നിൽ തന്നെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, എപ്പോഴും വഴക്കാളിയാണല്ലോ, വഴക്ക് കൂടാൻ വരുന്നത്, ഇവൾക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് ഡോറ് തുറക്കാനായിട്ടാണ്. അപ്പോൾ ഡോറ് തുറക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. എന്നാൽ ഈ സമയം നിധിയാണെങ്കിലും ഒരു കണ്ണാടിയിൽ നോക്കിയിട്ട് താൻ നന്നായി അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് തലയിൽ മുല്ലപ്പൂവൊക്കെ ചൂടി ആ മിററിൽ ഇങ്ങനെ നോക്കിയിട്ട് തൻ്റെ മനസ്സാക്ഷിയോട് തന്നെ നിധി ഇങ്ങനെ പറയാണ്, പോടി, നീ എപ്പോഴും ഒരു വഴക്കാളിയാണ്, ഗൗതം ചെയ്യുന്നതൊന്നും നീ കാണുന്നില്ല, നിനക്ക് സ്നേഹമില്ല, ആ പാവം എന്തെല്ലാം നിനക്ക് ചെയ്തു തന്നു എന്നുള്ള ആ വാക്കുകളൊക്കെ നിധിയോട് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഗൗതം റൂമിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഗൗതം ഇങ്ങനെ, എന്താ ഇവിടെ സംഭവിക്കുന്നത്, ഇന്ന് എന്താ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, മറ്റേ ഈ റൂമിലോട്ട് വരുമ്പോൾ എന്ന് പറയുമ്പോൾ ഗൗതം ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് നിധി ഇങ്ങനെ നാണത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ഗൗതം ആകെ അത്ഭുതപ്പെട്ടു പോവാണ്. അങ്ങനെ ഗൗതം നിധിയോട് പറയും, ഇതെന്താ നിധി, നീ ഒരു പ്രത്യേകത, എന്നൊരു പ്രത്യേകതയുണ്ടല്ലോ നിന്നിൽ എന്ന് പറയുമ്പോൾ നിധി പറയാണ്, എന്താ എന്നും വഴക്ക് കൂടുന്ന നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഗൗതം പറയും, എന്താ ഇപ്പോൾ ആരാ ഇപ്പോൾ ഇത് പറയുന്നത്, നീ തന്നെയാണോ, വഴക്കാളിയായ നീ തന്നെയാണോ എന്നിങ്ങനെ ഗൗതം ചോദിക്കുമ്പോൾ നിധി പറയാണ്, അതെന്താ എനിക്ക് മാറാൻ പറ്റില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറയുമ്പോഴേക്കും ഗൗതം എന്ത് ചെയ്യും, തന്നെ അങ്ങ് പിച്ചാണ് കേട്ടോ. അങ്ങനെ നിധി എന്താ സാർ ചെയ്തത് എന്ന് പറയുമ്പോൾ, അല്ല ഇത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുവാണോ? കാരണം ഇത് ഞാൻ മനസ്സിൽ കണ്ട നിധി തന്നെയാണോ, അതോ ഞാൻ ഓഫീസിലോട്ട് പോകുന്ന ആ നിധി തന്നെയാണോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് പറയുമ്പോൾ ആ നിധിയൊക്കെ പോയി. ഇനി എൻ്റെ ഗൗതം സാറിനോട് ഞാൻ ഒരിക്കലും വഴക്ക് കൂടില്ല, ഞാൻ നന്നായി നിൽക്കുമെന്ന് പറയാം കേട്ടോ. എൻ്റെ ഗൗതം സാറിനോട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു, ഗൗതം
സാർ എനിക്ക് വേണ്ടി ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും അതൊന്നും കാണാതെ പോയ ഒരു വൃത്തികെട്ടവളാണ് ഞാൻ. എന്തായാലും എന്നോട് മാപ്പാക്കണമെന്ന് പറയുമ്പോൾ ഗൗതം അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. ഗൗതം പറയും, മാപ്പ് എന്ന വാക്ക് നിധി നിനക്ക് ചേരില്ല, വഴക്കാളി നിധിക്ക് ചേരില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന നിധിയും കൂടെ ചിരിക്കുകയാണ്. അപ്പോൾ ഇടം തന്നെ നിധിയോട് പറയാണ്, എന്നാലും നിധി നീ എന്നോട് മാപ്പ് പറയേ, ഇപ്പോഴും നീ എന്നോട് മാപ്പ് പറയേ എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഗൗതം നിധി എന്ത് ചെയ്യും, കൈ കൂപ്പിയും കൊണ്ട് ഗൗതമിനോട് മാപ്പ് പറയാണ് കേട്ടോ. ഞാൻ ചെയ്തതെല്ലാം തെറ്റായിപ്പോയി, എൻ്റെ അടുത്ത് തെറ്റിദ്ധാരണയാണ് ഉണ്ടായത്, തൊട്ടതിനും പിടിച്ചതിനൊക്കെ സാറിന് കുറ്റം കണ്ടെത്താനാണ് ഞാൻ നടന്നിരുന്നത് എന്ന് പറയുമ്പോൾ ഗൗതം പറയാണ്, അതിനുള്ള ശിക്ഷ എൻ്റെ അടുത്തുണ്ട്, ആ ശിക്ഷ ഞാൻ നിനക്ക് നൽകാമെന്ന് പറയുമ്പോൾ എന്ത് ശിക്ഷ എന്ന് പറയാം കേട്ടോ. നീ എന്തെല്ലാം തെറ്റുകൾ ചെയ്തു ആ തെറ്റിനുള്ള ശിക്ഷയൊക്കെ നീ ഇനി അനുഭവിക്കണം, അത് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഗൗതം എന്ത് ചെയ്യും, അതിനുള്ള പ്രായശ്ചിത്തമായി നീ എനിക്ക് കുറച്ച് ഉമ്മകൾ തന്നേക്ക് എന്ന് പറയുമ്പോൾ എന്താ സാറേ പറയുന്നത് എന്ന് പറഞ്ഞ് നിധിയെ അങ്ങ് അടക്കി പിടിക്കാൻ നോക്കുമ്പോഴേക്കും നിധി എന്ത് ചെയ്യും, ഗൗതമിനെ ഒരൊറ്റ തള്ളാണ് കേട്ടോ. അങ്ങനെ ഗൗതമിനെ ഒരു തള്ളാണ് കേട്ടോ. അതോടുകൂടി ഗൗതം വേണ്ട നിധി എന്ന് പറയുമ്പോൾ സാർ ഇത് വേണ്ട എന്നിങ്ങനെ പറയുന്ന സമയത്ത് തൻ്റെ മുന്നിലോട്ട് പാറു വരികയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിധിയുടെ സ്വപ്നമായിരിക്കും. അങ്ങനെ നിധിയാണെങ്കിലോ തൻ്റെ അടുത്ത് ഗൗതം വന്നാൽ താൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടും എന്നൊക്കെ ആ ഒരു തോന്നലിലായിരുന്നു നിധി നിൽക്കുന്നത്. അപ്പോൾ പാറു വന്നിട്ട് കണ്ണടച്ച് നിൽക്കുന്ന നിധിയുടെ അടുത്ത് വന്നിട്ട്, നിധി നീ എന്താ ഈ ചെയ്യുന്നത്, നിധി എന്താ നീ ചെയ്യുന്നത്, വേണ്ട എന്നല്ലേ ഞാൻ പറഞ്ഞത്, വേണ്ട എന്നുള്ള ആ വാക്കുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പറയുന്ന അവിടെ കണ്ണ് തുറക്കുന്ന സമയത്ത് താൻ കാണുന്ന കാഴ്ച തൻ്റെ പാറു ആൻറ്റി ആയിരിക്കൂട്ടാ. അത് അയ്യോ പാറു ആൻറ്റിയോ, അപ്പോൾ നീ എന്താ വേണ്ട എന്ന് പറയുന്നത്, അതൊന്നുമില്ല, എന്നാലും അടുക്കളയിൽ സ്വപ്നം കാണുന്ന ആദ്യത്തെ വ്യക്തി നീയായിരിക്കും, എന്തായിരുന്നു നീ സ്വപ്നം കണ്ടത്, ഒന്നുമില്ല ആൻറ്റി, ഒന്നും മിണ്ടാതിരുന്നേ, എനിക്ക് മനസ്സിലായി നിൻ്റെ സ്വപ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് നീ കൂടുതലായി എന്നോടൊന്നും പറയണ്ട, ഈ പ്രായം ഞാനും കഴിഞ്ഞു പോയതല്ലേ എന്നിങ്ങനെ പറയുമ്പോഴായിരിക്കൂട്ടോ വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പോഴേക്കും പാറു പറയാണ്, മോളെ വാ, ഗൗതം വന്നെന്ന് തോന്നുന്നു, നമുക്ക് പോയി നോക്കാമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുന്ന ഗൗതമിനെ കാണുമ്പോൾ പാറു പറയാണ്, അതാ എൻ്റെ മോന് വരുന്നത്, നീ എന്തായാലും സ്വപ്നം കണ്ടത് ആ കാര്യങ്ങളൊക്കെ അങ്ങ് നടത്തിയേക്കെന്ന് പറയുമ്പോൾ നിധിക്ക് നാണമായി നിധി അങ്ങ് ഓടിപ്പോവാണ് കേട്ടോ. അപ്പോഴേക്കും പാറു ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ സമയം ഗൗതം കയറി വരുമ്പോൾ തൻ്റെ അമ്മയുടെ മുഖത്ത് എന്തെന്നില്ലാത്ത ചിരി അത് കാണുന്ന ഗൗതം ചോദിക്കും, ഇന്ന് എന്ത് പറ്റി എൻ്റെ പാറുവിന് എന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ടടാ, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുത്താൽ നീ ഇവിടെ ഇട്ടിട്ട് അർദ്ധരാത്രി നീ എവിടെ ഉറങ്ങാൻ പോയിരിക്കുകയായിരുന്നു, എന്നാൽ അതിനൊക്കെയുള്ള മറുപടി പറയണം, എന്താ എൻ്റെ പാറു പറയുന്നത്. ഉടൻ തന്നെ പറയും, നിധി നിന്നെ കാത്തിരിക്കുന്നുണ്ട്, ഇന്നലെ രാത്രി കാത്തിരിക്കൽ തുടങ്ങിയതാണ്, ഇതുവരെ നീ എത്തിയില്ല, ഇനി അധികം വൈകിക്കണ്ട, പെട്ടെന്ന് റൂമിലോട്ട് ചെല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ് പാറു ഇങ്ങനെ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പതിവില്ലാത്ത ഈ ചിരിയും കാട്ടിലൊക്കെ കാണുമ്പോൾ ഗൗതം ഇവിടെ എന്തോ ഒരു സർപ്രൈസ് തനിക്ക് ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡോറ് തുറക്കുകയാണ് കേട്ടോ. ഡോറ് തുറന്ന ഉടൻ തന്നെ നിധിയാണെങ്കിലോ ഇങ്ങനെ ഗൗതമിനെ കാത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സമയം ഗൗതം ഡോറ് തുറന്ന ഉടൻ തന്നെ നിധി വരൂ സാർ എന്ന് പറഞ്ഞിട്ട് ഗൗതമിൻ്റെ കയ്യിലുള്ള ബാഗൊക്കെ എടുത്തു വെക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ ഗൗതം ചോദിക്കുന്നു, നിനക്ക് എന്ത് പറ്റി, ഇത് പതിവില്ലാത്തതാണല്ലോ, ഞാൻ ഡോറ് തുറന്നാൽ ആ ഡോറ് തുറന്നതിന് കുറ്റം കണ്ടെത്തുന്ന നീ ഇന്നെന്താ വളരെ സൈലൻ്റ് ആയിരിക്കുന്നത്, നീ ഇന്ന് വഴക്കാളിയാവാൻ വരുന്നില്ലേ, വഴക്ക് കൂടുന്നില്ലേ എന്നുള്ള ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് കുറേ അബദ്ധങ്ങൾ പറ്റി, ആ അബദ്ധങ്ങൾ തിരുത്താനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ്. നിനക്ക് എന്ത് അബദ്ധം എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരു ആളെയാണ് എനിക്ക് ഭർത്താവായി കിട്ടിയതെന്നുള്ള ആ മൂല്യം ഞാൻ മനസ്സിലാക്കാതെ പോയി, എന്താ അതിന് മാത്രം ഞാൻ ചെയ്തത് എന്ന് ഗൗതം ചോദിക്കുമ്പോൾ നിധി പറയാണ്, എൻ്റെ അമ്മയെയും അനിയനെയും സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ നോക്കി, എൻ്റെ അമ്മയെ സ്വന്തം അമ്മയായി കണ്ട് എൻ്റെ സ്വന്തം അനിയനെ വേണ്ടതുപോലെ അവന് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അതുമാത്രമല്ല ഞാൻ എൻ്റെ അനിയന് ഫീസ് അടയ്ക്കാൻ വേണ്ടി കിടന്ന് ബുദ്ധിമുട്ടാന്ന് കാണുമ്പോൾ എനിക്ക് ആ ഒരു മാമിനോട് പറഞ്ഞ് എനിക്ക് ജോലി ഗൗതം സാർ ആക്കി തന്നു, എൻ്റെ അനിയന് അടക്കാനുള്ള ആ പണം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇതൊക്കെ ഗൗതം സാർ എനിക്ക് വേണ്ടി ചെയ്തിട്ടും ഞാൻ ഗൗതം സാറിനോട് എത്രത്തോളം വഴക്കിട്ടു എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിനോട് തന്നെ പുച്ഛം തോന്നുന്നു, എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു, എന്നോട് ക്ഷമിക്കണം, ഇതൊന്നും അറിയാതെയാണ് ഗൗതം സാറിനെ ഞാൻ വേദനിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് നിധി അങ്ങ് കൈകൂപ്പി
പൊട്ടിക്കരയുമ്പോൾ എടി നിധി, വഴക്കാളി നിധി, നിനക്കിതൊന്നും ചേരില്ല. കരച്ചിലെന്ന് പറയുന്നത് നിധിക്ക് ചേരില്ല. നിധി എപ്പോഴും ഒന്ന് പറഞ്ഞാൽ 10 പറയണം. അങ്ങനെയുള്ള നിധിയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ട് ചിരിക്ക് നിധി എന്ന് പറയുമ്പോൾ നിധി കരയാണ് കേട്ടോ. അപ്പോഴേക്കും ഗൗതം നിധിയെ ഇക്കിളിയാക്കാൻ നോക്കും. അതോടുകൂടി നിധി അങ്ങ് ആ ഒരു കരച്ചിൽ നിർത്തി ഗൗതമിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. കാരണം നിധിക്ക് ഒരുപാട് ആശ്വാസമാവാണ്. തനിക്ക് കിട്ടേണ്ട ഭർത്താവിനെ തന്നെ കിട്ടി, എന്നാൽ ഗൗതമിനാണെങ്കിലോ തനിക്ക് നല്ലൊരു ഭാര്യയെ തന്നെ കിട്ടി എന്നൊരു ആശ്വാസത്തിൽ ഗൗതമും ഇരിക്കുകയാണ് കേട്ടോ.